അപ്പോൾ യു ഡി എൽ ആയതുകൊണ്ട് W is equal to M is equal to WL square. അപ്പോൾ നമുക്കതൊന്ന് സോൾവ് ചെയ്യാം. നമുക്ക് W ഈക്വൽ ടു കിട്ടേണ്ടത്. അപ്പോൾ 8നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 8 ഡിനോമിനേറ്റർ ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ന്യൂമറേറ്റർ ആവും. അപ്പോൾ 8 ഇൻറ്റു എം ഡിവൈഡ് ബൈ എൽ സ്ക്വയർ. അപ്പോൾ 8 ഇൻറ്റു വാല്യൂ എം വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ഡിവൈഡ് ബൈ എൽ. ഇവിടെ നിങ്ങൾ കൊടുത്തത് 5 മീറ്റർ ആണ്. അപ്പോൾ അതൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. യൂണിറ്റ് കൺവേർഷൻ ശ്രദ്ധിക്കണം. 5 മീറ്റർ ഉള്ളത് നമ്മൾ എന്തിലേക്ക് ആക്കണം? മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 5000. പിന്നെ സ്ക്വയർ ഉണ്ട്, എൽ സ്ക്വയർ ഉണ്ട്. അപ്പോൾ 5000 സ്ക്വയർ. ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾ ഇതൊക്കെ തെറ്റിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ക്യാരി ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ കിട്ടി. പിന്നെ പറയുന്നത് മാക്സിമം കോൺസെൻട്രേറ്റഡ് ലോഡ് അപ്ലൈഡ് അറ്റ് 2 മീറ്റർ, അതായത് 5 മീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ സെൻറ്റർ പോയിന്റ് ലോഡ് ഇക്വേഷൻ വരുമ്പോൾ എവിടെയായിരിക്കും? ഇതാണ് WL/4. ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സെൻട്രലല്ല, 2.5 മീറ്ററിലല്ല പറഞ്ഞിരിക്കുന്നത്, 2 മീറ്ററിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. അതായത് പീസ് കോൺസെൻട്രേറ്റഡ് തന്നിരിക്കുന്ന സെൻട്രലല്ല, പകുതിയിലാണ്. ഒരു 2 മീറ്റർ ഫ്രം ദ ഫ്രീ എൻഡ് എന്നാണ്, ഒരു സപ്പോർട്ടിൽ നിന്നാണ്. അപ്പോൾ A = 2 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ പറയുന്നത് ഒരു സെൻട്രലല്ലാതെ ഒരു സൈഡിലേക്കാണ് ലോഡ് തന്നെങ്കിൽ ബെൻഡിങ് മൊമെന്റ് എമ്മിൻ്റെ ഇക്വേഷൻ എന്താണ്? പി എ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്, ബി എന്ന് പറയുന്നത് ബാക്കി വരുന്ന ബാലൻസ്, എൽ എന്ന് പറയുന്നത് ടോട്ടൽ സ്പാൻ. അപ്പോൾ PAB/L ആണ് ഇക്വേഷൻ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരെ നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതായത് ഓൾറെഡി എം നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രീവിയസ്ലി എം ഓൾറെഡി കാൽക്കുലേറ്റ്, അതിൽ മാറ്റില്ല. നമ്മൾ 2 കണ്ടീഷനിലെ മാറ്റേ ഉള്ളൂ. ഒന്ന് UDL ആകുമ്പോൾ WL²/8. പിന്നെ വരുന്നത് ഒരു എൻഡിലാണ് ലോഡ് വന്നെങ്കിൽ എമ്മിൻ്റെ ഇക്വേഷൻ PAB/L. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഡ് കേട്ടോ, ഡബ്ല്യൂന് പകരം പി എന്ന് കൊടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് പി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും? LM / AB വരും. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് വരേണ്ടത്. ഏകദേശം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ചോദിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ റെക്ടാംഗുലർ ബീം ബ്രെഡ്ത്ത് 100 mm, ഡെപ്ത് 200. അപ്പോൾ ഇതൊരു റെക്ടാംഗുലർ സെക്ഷൻ ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ഓവർ എ സ്പാൻ ഓഫ് 4 മീറ്റർ. ബീം ലോഡഡ് വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ലോഡ് നേരിട്ട് തന്നിട്ടുണ്ട് ഓവർ. ഫൈൻഡ് ദ മാക്സിമം ബെൻഡിങ് സ്ട്രെസ്. അപ്പോൾ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെയുള്ള അറിയുന്ന ഇക്വേഷൻ M = FB × Z ആണ്. ഇപ്പോൾ FB ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. FB കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ എഴുതുക? M = FB × Z ആണ്. അപ്പോൾ വരുന്ന സമയത്ത് നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ്? M = FB × Z വരുന്നത്. അപ്പോൾ അതിൽ FB ആണ്. അപ്പോൾ FB = M/Z എന്ന് എടുത്തത്. അപ്പോൾ M കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ UDL ആകുമ്പോൾ M = WL²/8 ഇക്വേഷൻ എടുക്കുക. അപ്പോൾ M കാൽക്കുലേറ്റ് ചെയ്യും. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം BD²/6. നേരിട്ട് ആ ഇക്വേഷൻ കൊടുത്താൽ മതി. Z = BD²/6. Z = BD²/6 വരുന്നത്. സോറി, BD²/6 വരും. അപ്പോൾ നമ്മൾ അത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ FB = M/Z എന്ന് എടുക്കുക. M/Z എന്ന് പറയുമ്പോൾ M നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് WL²/8 ഡിവൈഡഡ് ബൈ Z. ഞാനിവിടെ I/Y ചെയ്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ നേരിട്ട് Z കൊടുത്തിട്ട് വാല്യൂ ചെയ്താൽ മതി. കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ വരുന്നത് ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് കോസ്ഡ് ബൈ ദ ഷിയർ ഫോഴ്സ് ആണ്. അത് ഓരോ സെക്ഷനിലും വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് അതാണ് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ.